ഹലോ നമസ്കാരം, ക്യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു AI ടൂളിനെ കുറിച്ചാണ്. ഇറ്റ്സ് വൺ ഓഫ് കൈൻഡ് AI ടൂൾ വിച്ച് യു ക്യാൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാനും പഠിക്കാൻ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീനൊക്കെ കാണിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ സംശയങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് സംശയങ്ങളൊക്കെ നമുക്ക് തീർത്തു തരുന്ന ഒരു AI ടൂളാണ്. കൈൻഡ് ഓഫ് AI ടൂളാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ളത്. ഒരുപാട് യൂസ് കേസുകൾ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ എനിക്ക് ആക്സസ് ചെയ്യാം, ഇതിന്റെ യൂസ് കേസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കോടി ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു സാധാരണക്കാരൻ മനസ്സിലാവുന്ന ലെവലിലാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ എപ്പോഴത്തെയും കാണുന്ന പോലെ തന്നെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് ക്രോമിൽ കയറി ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് തന്നെയാണ് ട്രൈ ഗൂഗിൾ AI സ്റ്റുഡിയോ എന്ന് കാണാം. ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഗൂഗിളിന്റെ ഹോം ഉണ്ട്, ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഹോം ഉണ്ട്, സെക്കൻഡ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. പ്ലേ ഗ്രൗണ്ട് എന്നുള്ള ഫീച്ചറിലാണ് ആദ്യം നിങ്ങൾ എത്തുക. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഫീച്ചേർഡ് ഉണ്ട്, ജിമിനി ഉണ്ട്, ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്, ഓഡിയോ ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് ലൈവ് എന്നുള്ള ഫീച്ചർ ഈസ് മോസ്റ്റ് അട്രാക്റ്റീവ് വൺ എന്നുള്ള ലൈവ് ഫീച്ചറാണ്. അതിൽ എനിക്ക് ഇവിടെ ജെമിനി 2.5 ഫ്ലാഷ് ആണ് ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് ഒരു യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജെമിനിനോട് ലൈവ് ആയിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ ടോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, വെബ് ക്യാം ഉണ്ട്, ഷെയർ സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോക്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിനോട് അങ്ങോട്ട് AIനോട് അങ്ങോട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, ലാംഗ്വേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഗൂഗിൾ AI സ്റ്റുഡിയോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അത് നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ തരും, നമുക്ക് കാണാൻ പറ്റും. ജസ്റ്റ് വാച്ച് ഇറ്റ്. ഓക്കെ, മനസ്സിലായി. നിങ്ങൾ കണ്ടോ, ഞാൻ പറയുന്നത് അവർ ക്യാപ്ചർ ചെയ്ത് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഗൂഗിളിനോട് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പറയുന്നത് ലൈവ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മലയാളത്തിൽ തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടേക്ക് ട്രാൻസ്ലേഷനും പോസിബിൾ ആണ്. അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ എന്നുള്ളത്. അപ്പോൾ ഐ തിങ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ യൂസ് കേസ് മനസ്സിലായി എന്ന് വരിക്കുന്നു. അപ്പം അങ്ങോട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് പാർട്ണർ, ഒരു പാർട്ണർ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ AI സ്റ്റുഡിയോ ഇത് ബെസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം സംസാരിച്ച് പല വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്. ഹായ്, ഞാൻ കേൾക്കുന്നു. എന്താണ് വിശേഷം? എനിക്ക് നല്ല വിശേഷം. നിങ്ങൾ എങ്ങനെ പോകുന്നു? ഹലോ, എല്ലാം നന്നായി പോകുന്നു. ചോദിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ സഹായം ആവശ്യമുണ്ടോ? കണ്ടല്ലേ, ഇതുപോലെ നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിന്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് സംശയങ്ങൾ നമുക്കിപ്പോ ഐ നീഡ് എ വീഡിയോ ട്യൂട്ടോറിയൽ അബൌട്ട് 3 AI ടൂൾസ്, സജസ്റ്റ് മീ സം ടോപ്പിക്. തീർച്ചയായും. നിങ്ങൾക്ക് 3 AI ടൂളുകളെക്കുറിച്ച് ഒരു വീഡിയോ അത് റിപ്ലൈ തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ എന്നുള്ളതാണ്. ദാറ്റ്സ് അബൌട്ട് ദ ടോക്ക് ഓപ്ഷൻ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം, അടുത്തൊരു ഓപ്ഷനിലോട്ട് പോകാം. അത് നമ്മൾ ടോക്ക് എന്നുള്ള ഓപ്ഷനാണ്. ഡയറക്റ്റ് ടോക്ക് ചെയ്തുകൊണ്ട്, സംസാരിച്ചുകൊണ്ട് നമുക്ക് ഒരു സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അടുത്തൊരു വെബ് ക്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വെബ് ക്യാം ഓൺ ആക്കിക്കൊണ്ട് നമ്മുടെ, ഇപ്പോൾ ഞാൻ ക്യാമറ ഇവിടെ ജസ്റ്റ് ഓൺ ആക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെബ് ക്യാം ഓൺ ആക്കിയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ എടുത്ത് ഇതെന്താണെന്നൊക്കെ ചോദിച്ചു, വാട്ട് ഇസ് ദിസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനൊക്കെ ഉത്തരം തരുന്ന ഒരു സിസ്റ്റം ആണ് എന്ത് ചെയ്യുന്നത്, ഗൂഗിൾ AI നമുക്ക് തരുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഹലോ ദിസ് ടൈം കൊടുത്തിട്ടുണ്ട്. വെബ് ക്യാം ഓൺ ആയിട്ടുണ്ട്. വെബ് ക്യാം അത്ര ക്ലിയർ ഒന്നുമില്ല, ബട്ട് എനിവേ ഞാൻ നോട്ട് ജസ്റ്റ് ക്യാമറ ഫേസ് ആൻഡ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ലെറ്റ് മീ ഹെൽപ്പ് മീ, വാട്ട് ഈസ് ദിസ്, ഇതെന്താണെന്ന് പറഞ്ഞു തരാമോ? That looks like an iPhone in a red case. കണ്ടോ, ഈ വെബ് ക്യാമിൽ ക്യാപ്ചർ, അത് ആ വീഡിയോ മൊത്തം ക്യാപ്ചർ ചെയ്തുകൊണ്ട് അത് ഐഫോൺ, എൻ്റെ ഫോണാണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വെബ് ക്യാം ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് ഇപ്പൊ ലൈവ് ആയിട്ട് ഓരോ കാര്യം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദിസ്, ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട് ടു നോ ദിസ്? ഓക്കെ, ബാക്കിൽ നല്ല ലൈറ്റ് ഉണ്ട്,
I'm not prepared well to face the camera actually, but unfortunately for showing the things, I'm capturing that video. Okay, അപ്പോൾ അങ്ങനെ വെബ് ക്യാം ഓൺ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഗൂഗിൾ AI സ്റ്റുഡിയോ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം ഇവിടെ It's a റെക്കോർഡ് dark ചെയ്തിട്ട്, rectangular object. അപ്പോൾ ഞാൻ പേഴ്സ് എടുത്ത് കാണിച്ചതാണ്. അപ്പോൾ ഒരു ഡാർക്ക് റെക്ടാങ്കിൾ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ വെബ് ക്യാം ഓൺ ആക്കിയിട്ട് ചോദിക്കാം, ഇതെന്താണ് മറ്റേതെന്താണ്, നമുക്ക് രണ്ടാൾക്കും നമുക്ക് കോൺവെർസേഷൻ ചെയ്യണം, വിൽ മി ഹെൽപ്പ് ഇറ്റ് ഔട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് കേസ് ആണ് വെബ് ക്യാമിനുള്ളത്. ഐ തിങ്ക് നിങ്ങൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. Okay, I understand. You were talking about using the webcam to interact. What would you like to do next? Okay, is there any correction I need to do while I am facing the webcam? Is my webcam is enough clarity to show to my audience? Yes, exactly. It's great for interactive conversations about what's in your view. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ യൂസ് കേസ് നമുക്ക് പരസ്പരം ഫേസ് ചെയ്യാൻ, ക്യാമറക്ക് മുൻ ഫേസ് ചെയ്യാൻ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫേസ് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഫേസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനും നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരാൾ ഒരു ഇൻ്റർവ്യൂക്കൊക്കെ റെഡി ആകുന്ന പോലെ ബാക്കിൽ ഒരാളുണ്ട്, ഇപ്പുറം ഒരാളുണ്ട്, ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആയി പോയിട്ടുണ്ട്. എനിവേ ദാറ്റ് ദ പേർപ്പസ് ഓഫ് ദിസ് വെബ് ക്യാം ടൂൾ എന്നുള്ളതാണ്. അപ്പോൾ പരസ്പരം ഇൻ്റർവ്യൂ ഒക്കെ നമുക്ക് ഫേസ് ചെയ്ത് പരിചയമില്ല, അപ്പോൾ നമുക്ക് വെബ് ക്യാം ഓൺ ആക്കിയിട്ട് നമുക്ക് ഇൻ്റർവ്യൂക്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ അപ്പുറത്ത് നിൽക്കുന്ന ടോക്ക് ചെയ്യുന്ന പോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനും ഈ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ. ഓക്കെ, നമുക്ക് അടുത്തതായിട്ട് ഗൂഗിൾ AI സ്റ്റുഡിയോയുടെ അടുത്തൊരു ഫീച്ചറാണ് ഷെയർ സ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ അതിലോട്ട് നമ്മൾ ബാക്ക് അടിച്ചു, ഷെയർ സ്ക്രീനിലോട്ട് നമ്മൾ വന്നു, എന്നിട്ട് നമ്മൾ എന്ത് ഷെയർ സ്ക്രീനിൽ നിന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് ഏത് സ്ക്രീനാണോ ഷെയർ ചെയ്യേണ്ടത് അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും. നമ്മൾ ലൈവായിട്ട് നമ്മൾ സ്ക്രീൻ കാണിച്ചു കൊടുക്കുകയാണ് AI-ക്ക്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള മറുപടി നമുക്ക് തരും. ഇപ്പോൾ ഇതൊരു ഗൂഗിൾ AI സ്റ്റുഡിയോൻ്റെ സ്ക്രീനിനോട് കാണുന്നത്. അപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത് ഹോം ബട്ടൺ ആണെന്നൊക്കെ നമുക്ക് പറയുമ്പോൾ സ്ക്രീൻ കാണിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ. അപ്പോൾ ഇതെന്താണ്, വാട്സപ്പ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ആണെന്നതിന് മറുപടി നമുക്ക് തരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. നല്ല നെറ്റ് കണക്ഷൻ വേണം ഇത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ ഡിലേ വരുന്ന നെറ്റിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡിലേ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെ അത് വാട്സാപ്പ് അയക്കലാണ്. നമ്മൾ സ്ക്രീൻ കാണിച്ചു കൊടുത്തിട്ട് ഫുള്ള് റെക്കോർഡ് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ അതിന് മറുപടി തന്നത് എന്താണ്. അതെ, നമ്മൾ പറഞ്ഞത് വാട്സാപ്പ് അയക്കണ ആള്. അതെ, വാട്സപ്പ് ഐക്കൺ ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്ക്രീൻ കാണിച്ചു കൊടുത്തിട്ട് അതിൽ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് അത് കാണിച്ച ഈ സാധനം വാട്സപ്പ് ഐക്കൺ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ യൂസ് കേസ് നമുക്ക് എങ്ങനെയൊക്കെ ലൈഫിൽ ഉപയോഗപ്പെടുത്തുന്ന വെച്ചാൽ നമുക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണിച്ചു കൊടുത്ത് ഇവിടെ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളുകൾക്ക് AI സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് ശരിയാണ്, നല്ല നെറ്റ്വർക്ക് കണക്ഷൻ വേണം. ഇപ്പം ഞാൻ പറയുന്നതൊക്കെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരം തരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അറിയാത്ത ആളുകൾക്ക് ഓരോ കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണ് മറ്റെന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ടൂളാണ് ഗൂഗിൾ AI സ്റ്റുഡിയോ. അപ്പോൾ ഈ 3 യൂസ് കേസുകളാണ് ഇതിന്റെ മെയിൻ യൂസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈവായിട്ടുള്ള മോസ്റ്റ് യൂസ് കേസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഇമേജസ് ഒക്കെ നമുക്ക് നാനോ ബനാന വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമേജുകളുണ്ട്. വീഡിയോ നമുക്ക് VO2 ആണ് വേർഷൻ ഉപയോഗിക്കുന്നത്. ജെമിനി ആണ് VO3 തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓഡിയോക്ക് വേണ്ടിയിട്ട് വീണ്ടും ജെമിനി 2.5 Pro ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങൾ വരുമ്പോൾ ജെമിനി തന്നെ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് സെപ്പറേറ്റ് പേയ്മെന്റ് ഒക്കെ വേണ്ടി വരും. പ്രോ ഫീച്ചറുള്ള ആളുകൾക്കാണ് പ്രോ കിട്ടുക. ഓക്കെ, അതിൽ ഫീച്ചേർഡ് ആയിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിൽ പ്ലേ ഗ്രൗണ്ട് എന്നുള്ള ഫീച്ചറാണ് നമുക്ക് ലൈവായിട്ട്
ഇതിൽ ലൈവ് എന്നുള്ള കാര്യങ്ങളിലാണ് നമുക്ക് മോസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ദിസ് ഇസ് ദ അബൌട്ട് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നത് എങ്ങനെ യൂസ് ചെയ്യുന്ന അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പേഴ്സണൽ മെന്റർ സപ്പോർട്ട് വേണം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിന് എക്സ്ട്രാ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടും പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിലോട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുക. മറ്റുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഈ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാകാൻ നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്.